ഞങ്ങളുടെ നേതാവിന്റെ, ഞങ്ങളുടെ ഗുരുനാഥന്റെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ അവസ്ഥ എന്താണ് നബിയേ? അവിടുന്ന് ഞങ്ങൾക്ക് സ്വലാത്ത് പഠിപ്പിച്ചു തന്ന മഹാനാണ്. മുത്തുനബി തങ്ങളെ സ്നേഹിക്കണമെന്ന് ഞങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞ മഹാനാ. അവിടുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഒരു സ്വലാത്തുണ്ട്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമാ ദകറഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. ആ ശിഷ്യൻ നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ ഈ സ്വലാത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഇമാം ഷാഫി തങ്ങളാണ്. ഈ സ്വലാത്തിന് പകരം അല്ലാഹു എന്താണ് ഷാഫി ഇമാമിന് കൊടുത്തിട്ടുള്ളത് എന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഒരൊറ്റ സ്വലാത്തിൽ ഇതിന്റെ പേരിൽ ഇമാം ഷാഫി തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന മഹത്വം എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള മഹത്വം ഇമാം ഷാഫി തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത് ഈ സ്വലാത്ത് കൊണ്ടാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെയാണോ നമ്മുടെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്? ഒരു മനുഷ്യൻ 100 കൊല്ലം ജീവിച്ചു എന്നിരിക്കട്ടെ, ആ 100 കൊല്ലവും അയാൾ നിസ്കരിച്ചു, നോമ്പെടുത്തു. പക്ഷേ അവന്റെ നിസ്കാരത്തെക്കാൾ നോമ്പിനേക്കാൾ അള്ളാഹുവിന്റെ അരികിൽ അവന്റെ പ്രതീക്ഷ നൽകുന്നത് അവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ സ്വലാത്തായിരിക്കുമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചു പോയത് വെറുതെയാണോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. സല്ലല്ലാഹു, ഈ മഹത്വങ്ങൾ അറിഞ്ഞുകൊണ്ട് ചൊല്ലു. സല്ലല്ലാഹു അലൈഹി വസല്ലം. മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിന്നഴകാണോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. ഞങ്ങളിൽ വന്ന റസൂലേ പുണ്യപൂമണം ഹബീബേ സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ഹബീബേ സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ മുഹമ്മദ് നബിയേ നബിമാരിലുള്ള താണിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹനീയമായ റജബ് മാസത്തിലാണ് ഇമാമുന അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ-കൂഫി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയത്. അദ്ദേഹം മരണപ്പെടുന്നതിന്റെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ തനിക്ക് കിടക്കാനുള്ള ഖബറിന്റെ സ്ഥലം കണ്ടെത്തിയിട്ട് ആ സ്ഥലത്ത് ചെന്നിരുന്നിട്ട് 40,000 ഖത്മുകൾ ഖുർആൻ ഓതി തീർത്ത മഹാനാണ്. അൽ ഇമാമുൽ അഅ്ലം എന്നാണ് ലോകം അദ്ദേഹത്തെ വിളിച്ചത്. അൽ ഇമാമുൽ അഅ്ലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇമാം, അതിന്റെ അർത്ഥം അൽ ഇമാമുൽ അഅ്ലം. ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ച എൻ്റെ ഖൽബാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള അയൽവാസികളിൽപ്പെട്ട ഒരു കുട്ടി ഉമ്മാനോട് ചോദിക്കുകയാണ് രാത്രിയിൽ, ഉമ്മ, നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത വീടിന്റെ അപ്പുറത്ത് മട്ടുപ്പാവിൽ ഇങ്ങനെ ഒരു തൂണിങ്ങനെ കാണാറുണ്ടല്ലോ, ആ തൂണെന്താ കാണാത്തത്? ഉമ്മ പറഞ്ഞു, മോനെ, അതൊരു തൂണല്ല, അത് ജീവനുള്ള മനുഷ്യനാണ്. രാത്രി പുലരുവോളം നമസ്കാരത്തിന്റെ വുളൂ കൊണ്ട് സുബ്ഹി നിസ്കരിക്കുന്ന കാലം വരെ, സമയം വരെ, രാത്രി മുഴുവൻ ഒരു പോള കണ്ണടക്കാതെ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിച്ച മഹാനായ പണ്ഡിതനായിരുന്നു മോനെ അത്. ആ കുഞ്ഞ് വിചാരിച്ചത് അനങ്ങാതെ ഇളകാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അത് ജീവനില്ലാത്ത ഒരു വസ്തുവാണെന്നാണ്. പക്ഷേ അത് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആയിരുന്നു. രാത്രി മുഴുവൻ നമസ്കാരം
നിസ്കരിച്ച ഇമാം ജീവിതത്തിന്റെ